ഓണമെന്ന് കേട്ടതോടെ പച്ചക്കറികൾക്ക് വിലക്കയറ്റം. സവാളയും ക്യാരറ്റും ബീറ്റ്റൂട്ടും അടക്കം പലതിനും കിലോയ്ക്ക് 10 രൂപയിലധികം വർദ്ധിച്ചു. തക്കാളിക്കും ചേനയ്ക്കും കുറഞ്ഞു. ഓണത്തിന് ഇനിയും 3 ആഴ്ചയോളം ഉണ്ടായിട്ടും പച്ചക്കറികൾക്ക് വിലക്കയറ്റം അനുഭവപ്പെട്ടു തുടങ്ങി. മഴക്കുറവാണ് പല പച്ചക്കറി ഇനങ്ങൾക്കും വില കൂടാൻ കാരണമായത്. മഴക്കുറവും കടുത്ത ചൂടും തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും കൃഷിയെ ബാധിച്ചു. 35% ഇത്തവണത്തെ മഴക്കുറവ്. അതേസമയം 2 ദിവസമായി കനത്ത മഴ കാരണം തക്കാളിക്കും മറ്റും വില കൂടാനിടയാകുമെന്ന് കച്ചവടക്കാർ പറയുന്നു. അങ്ങനെയുള്ള വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അങ്ങനെയുള്ള പച്ചപ്പയറൊക്കെ 60 റുപ്യ. ഇപ്പോൾ ഈ ആഴ്ചയിൽ വില കയറിയത് ക്യാരറ്റാണ് കൂടുതലായിട്ട് കയറിയത്. ക്യാരറ്റ് 60 റുപ്യ, 70 റുപ്യ വിറ്റൊക്കെ 80 റുപ്യ, 85 റുപ്യ. ഇപ്പോൾ സവോള ഇപ്പോഴും 3 കിലോ 100 റുപ്യ തന്നെ. 3 കിലോ 100 റുപ്യ, കിലോ 40 റുപ്യ ഉണ്ട്. 2-3 സൈസ് ഉണ്ടല്ലോ. 3 കിലോ 100 റുപ്യയുണ്ട്, 1 കിലോ 40 ഉണ്ട്. കിഴങ്ങും അതുപോലെ 1 കിലോ 40 വിലയുള്ളൂ. പിന്നെ ചെറിയുള്ളി അതൊക്കെ ഇഞ്ചിയൊക്കെ വില കുറഞ്ഞു വന്നുകൊണ്ടിരിക്കണം. ഇഞ്ചിയൊക്കെ നേരത്തൊക്കെ 200 റുപ്യ വന്നു. ഇപ്പോൾ വന്നിട്ട് 150 റുപ്യയുണ്ട്, 200 റുപ്യയുണ്ട്. 2-3 സൈസ് ഉണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ വിളവെടുപ്പ് കുറഞ്ഞതും വിളകൾ ശേഖരിക്കുന്നതിലെ ബുദ്ധിമുട്ടും വില വർദ്ധിക്കാൻ കാരണമായി. കേരളത്തിൽ വെള്ളത്തിന്റെ ലഭ്യതക്കുറവും വന്യമൃഗശല്യവും കർഷകർക്ക് പ്രതിസന്ധിയായി. ഇപ്പോഴേ പച്ചക്കറി വന്നുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഒട്ടഞ്ചത്തരം, ഉടുമ്പൻപേട്ട, മൈസൂർ, ഇവിടുന്നൊക്കെ വരുന്നത്. ഇവിടെ കുറേശ്ശെ പച്ചക്കറികളേ ഉള്ളൂ. വെണ്ടയ്ക്ക, വഴുതനങ്ങ, പയർ അതൊക്കെ പടിഞ്ഞാട്ട് കയറിപ്പോണ്ട്. ഇവിടെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഓണമായിട്ട് എന്തായാലും കുറേശ്ശൊക്കെ വില കയറാണ്ടിരിക്കില്ല, കയറിക്കൊണ്ടിരിക്കുന്നു. നേന്ത്രക്കായന് ഇപ്പോൾ തന്നെ മാറ്റം വന്നു. നേന്ത്രക്കായന് ഇപ്പോൾ തന്നെ 50 റുപ്യ 45 വിറ്റത് 55 ആയി. ഇപ്പോൾ 10 രൂപ കൂടി. ഇനിയും 10 രൂപ കൂടാനേ സാധ്യതയുള്ളൂ. ബാക്കിയെല്ലാം പച്ചക്കറിയൊക്കെ കിട്ടും. പച്ചക്കറിയൊക്കെ തമിഴ്നാട്ടിലും എല്ലാവരും ഉൽപ്പാദനമൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ ഉണ്ട്. ഇവിടെ നമ്മളിവിടെ നാട്ടിലൊക്കെ കുറേശ്ശെ നാടൻ പച്ചക്കറികളൊക്കെ വരുന്നുണ്ട്. പ്രധാന പച്ചക്കറിയായ ക്യാരറ്റ് വില കിലോഗ്രാമിന് 100 രൂപ വരെയായി. ഏത്തക്കായ് കിലോഗ്രാമിന് 75 രൂപയോളം വിലയുണ്ട്. വെളുത്തുള്ളി കിലോഗ്രാമിന് 200 രൂപ കടന്നു. ഓണം അടുക്കുന്നതോടെ വരും ദിവസങ്ങളിൽ അരിയുൾപ്പെടെയുള്ള മറ്റ് നിത്യോപയോഗ സാധനങ്ങൾക്കും വിലയുയരാൻ സാധ്യതയുണ്ട്. പാലക്കാട് ജില്ലയിലും തൃശൂരിലും ഇപ്പോൾ പലയിടത്തും വിളവെടുക്കുന്ന സമയമാണ്. ചെറിയുള്ളിക്കാണ് വില വൻതോതിൽ കൂടിയത്. കിലോയ്ക്ക് 50 രൂപയുണ്ടായിരുന്നിടത്ത് നിന്ന് ചെറുകടക്കാർ ഈടാക്കുന്നത് 80 രൂപയാണിപ്പോൾ. നാടൻ പച്ചപ്പയറിന് 20 രൂപ കൂടി. ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, വെളുത്തുള്ളി എന്നിവയ്ക്കാണ് വൻ വിലക്കയറ്റം. ഓണത്തോടനുബന്ധിച്ച് ഇപ്പം അങ്ങനെ കൂടേണ്ട സാധ്യതയൊന്നും കാണാനില്ല. ഇതന്നെ സുമാറൊക്കെ ഉണ്ടാകും. പച്ചക്കറിക്ക് കൂടും എന്തായാലും. ബീൻസ്, ക്യാരറ്റൊക്കെ ഇപ്പോൾ തന്നെ 90 റുപ്യ ആയി കഴിഞ്ഞില്ലേ. ബീൻസ് 80-70 റുപ്യയായി. ക്യാരറ്റ് 90 റുപ്യയായി. ക്യാരറ്റ് തീടി കയറിക്കൊണ്ടിരിക്കുകയല്ലേ. വില സാമാന്യം ഇങ്ങനെ തന്നെ ഇരിക്കും. കുറവിലൊന്നും വരില്ല. കുറവ് വരേണ്ട കാര്യമില്ല. ഓണമായിട്ട് വില കുറയില്ലല്ലോ. തക്കാളിക്ക് കിലോ 40 രൂപയുണ്ടായിരുന്നത് 30 കുറഞ്ഞിട്ടുണ്ട്. ചേന, വെണ്ടയ്ക്ക, കോവയ്ക്ക, കാബേജ്, ബീൻസ് എന്നിവയുടെ വില കിലോയ്ക്ക് 10 രൂപയാണ് ഉയർന്നിരിക്കുന്നത്. സാമ്പാർ ഇനങ്ങൾക്കാണ് വില കൂടുതൽ. ചെറിയുള്ളിക്ക് പുറമെ വെളുത്തുള്ളിക്ക് കിലോ 230. സവോള കിലോയ്ക്ക് 40 രൂപയാണ്. ഇത് നേരത്തെ 30 രൂപയായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.